വെൽക്കം ടു റെഡ് ഫ്ലെയിംസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി ഒരു ക്യാരറ്റ് ഹൽവയാണ്. ഇന്ന് ഞാൻ അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത്. കുക്കറിലാണ് ഇന്നത്തെ ഈ ഒരു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കാൻ പറ്റും. ഈ ഒരു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. അത് ഈ ഒരു ഗ്രേറ്ററിൻ്റെ വലിയ സൈഡ് വെച്ചിട്ട് വേണം ചെയ്യാൻ. 2 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റാണ് ഞാൻ ഹൽവ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. കുക്കർ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ്, ചൂടായ നെയ്യിൽ ഇനി നമുക്ക് ക്യാരറ്റ് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരു മിനിറ്റ് നമ്മൾ വഴറ്റി. ഇപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പാല് ഒന്നൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് വേവാനായിട്ട് വെക്കണം. ആദ്യത്തെ വിസിൽ വന്നാൽ ഉടനെ തന്നെ ഓഫ് ചെയ്യണം. ക്യാരറ്റാണ്, അധികമൊന്നും വേവാനില്ല. ഒരു വിസിൽ വന്ന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റീമെല്ലാം പോയി. തുറന്നു നോക്കാം. ക്യാരറ്റ് പാലിൽ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കാനുള്ളത് 1/4 കപ്പ് പഞ്ചസാരയും കുറച്ച് ഏലക്ക പൊടിച്ചതുമാണ്. അപ്പോൾ ആദ്യം പഞ്ചസാര ചേർക്കാം. പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വെള്ളം നല്ലപോലെ വറ്റാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ് നേരം നമുക്ക് തിളപ്പിക്കണം. ആ ഒരു സമയം കൊണ്ട് പഞ്ചസാര ഈ ക്യാരറ്റിലേക്ക് നല്ലപോലെ അബ്സോർബായി കിട്ടും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. വെള്ളം ഓൾമോസ്റ്റ് വറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി കൂടെ ചേർക്കാം. 2 ഏലക്കായ പൊടിച്ചതാണ്. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഉണ്ട്. ചേർത്തേക്കാം. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ നമ്മളെ ക്യാരറ്റ് ഹൽവ റെഡിയായി. അങ്ങനെ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മളൊരു ക്യാരറ്റ് ഹൽവ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കത് ചൂടോടെയും തണുപ്പിച്ചെല്ലാം സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് നമുക്ക് കുറച്ച് നട്ട്സ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ഈ ഒരു ക്യാരറ്റ് ഹൽവയുടെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെ നല്ല നല്ല റെസിപ്പീസിനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.